ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ SSLC കെമിസ്ട്രി ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യനാണ്, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെൻറ്റ് ഈസ് ഗിവൺ 1s2 2s2 2p6 3s2 3p6 3d6 4s2 എന്ന് പറയുന്ന വലിയൊരു കോൺഫിഗറേഷനാണ് നൽകിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് സാധാരണയായി ചോദിക്കാറുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെൻറ്റ്? ഈ എലമെൻറ്റിൻ്റെ ആറ്റോമിക നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്, ആറ്റോമിക് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വിച്ച് സബ്ഷെൽ എമംഗ് ദീസ് ഹാസ് ദ ഹയസ്റ്റ് എനർജി? ഏതിനാണ് കൂടുതൽ എനർജി ഉള്ളത്, ഹയസ്റ്റ് എനർജി ഉള്ളത് ഏതിനാണ്? അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ഔട്ട് ദ പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും. നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം, പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം, യെസ് 1s2, അതുപോലെ 2s2 2p6 3s2 3p6 അല്ലേ, അതുപോലെ 3d6, അതുപോലെ തന്നെ 4s2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി എങ്ങനെയാണ് ഇതിൽ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക? ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? യെസ്, ഈ മുകളിലുള്ള എല്ലാ നമ്പറുകളും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. എന്താ ഞാൻ പറഞ്ഞത്? മുകളിലുള്ള എല്ലാ നമ്പറുകളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആറ്റോമിക് നമ്പർ കിട്ടും. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. യെസ്, 1s2 എന്ന് പറയുമ്പോൾ മുകളിൽ 2 + 2 + 6 + 2 + 6 + 6 + 2 എന്ന് പറയുമ്പോൾ 2 2 4 4 6 10 10 12 18 18 6 24 2 26 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടി. ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 26 ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? എന്താ നമ്മൾ ചെയ്യേണ്ടത് ആറ്റോമിക നമ്പർ കാണാനായിട്ട്? ആറ്റോമിക നമ്പർ കാണാനായിട്ട് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. മുകളിലത്തെ എല്ലാ നമ്പറുകളും തമ്മിൽ കൂട്ടുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആറ്റോമിക് നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കോൺഫിഗറേഷനിൽ നമ്മൾ മുകളിലത്തെ എല്ലാ നമ്പറും കൂട്ടിയപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? യെസ്, 26 കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ ആറ്റോമിക് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഇവിടെ 26 ആറ്റോമിക് നമ്പർ കിട്ടുന്നത്. ഓക്കെ, 26 ആറ്റോമിക് നമ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സബ്ഷെൽ എമംഗ് ദീസ് ഹാസ് ദ ഹയസ്റ്റ് എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഏറ്റവും കൂടുതൽ എനർജി ആർക്കാണ്, അല്ലെങ്കിൽ ഏത് സബ്ഷെല്ലിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം, എനർജിയുടെ ഓർഡർ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതായത് 1s, അതിനുശേഷം കൂടുതൽ എനർജി ഉള്ളത് 2sനായിരിക്കും. അതിനുശേഷം എനർജി കൂടുതലുള്ളത് 2pക്കായിരിക്കും. അതിനുശേഷം 3s, പിന്നെ 3p, പിന്നെ വരുന്നത് 4s ആണ്. അതിനുശേഷമാണ് 3d വരുന്നത്. ഈ ഒരു ഓർഡർ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. അതായത് 1s, അതിനേക്കാൾ എനർജി കൂടുതലുള്ളത് 2sനാണ്, അതിനേക്കാൾ കൂടുതൽ 2p, പിന്നെ 3s 3p 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. പലരും അവിടെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. 3s 3p 3d എന്നല്ല നിങ്ങൾ എഴുതേണ്ടത്. ഊർജം കൂടി വരുന്നത്, എനർജി കൂടി വരുന്ന ആ ഒരു ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ 3s കഴിഞ്ഞ് 3p കഴിഞ്ഞ് പിന്നെ വരുന്നത് 4sനാണ്. മനസ്സിലായോ? യെസ്, ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. 4sനാണ് എനർജി കുറവ്, 3dക്ക് 4sനേക്കാൾ എനർജി കൂടുതലാണ്. ശരിയാണല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺഫിഗറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 1s ഉണ്ട്, 2s ഉണ്ട്, 2p 3s 3p 3d പിന്നെ 4s. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അവസാനം ഈ ഒരു കോൺഫിഗറേഷൻ ഏതിലൊക്കെയാണ് അവസാനിച്ചിരിക്കുന്നത്? 3d6ലും 4s2ലും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എനർജി കൂടുതൽ ആർക്കാണ്? നിങ്ങൾ തന്നെ പറഞ്ഞോ. യെസ്, നമ്മൾ ഓർഡർ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 4sനേക്കാൾ എനർജി കൂടുതലുള്ളത് 3dക്കാണ്. ശരിയല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ഹയസ്റ്റ് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ 3d എന്നാണ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതേണ്ട ആൻസർ. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഓർഡർ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കണം. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു എസ് ഷേപ്പ് അല്ലെങ്കിൽ 6 ഷേപ്പിലൊക്കെ വരച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് ദിസ് എലമെൻറ്റ്. ഈ മൂലകത്തിൻ്റെ പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നിങ്ങളിവിടെ ഈ ഒരു കോൺഫിഗറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 3d6 4s2 എന്നാണ് നൽകിയിരിക്കുന്നത് അല്ലേ? അതായത് ഇലക്ട്രോൺ ആദ്യം 3p6ൽ നിറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4sലാണ്, അതിനുശേഷം മാത്രമാണ് 3Dയിലേക്ക് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അതായത് 4sൽ നിറഞ്ഞതിന് ശേഷമേ 3Dയിലേക്ക് ഇലക്ട്രോണുകൾ വന്ന് നിറയുള്ളൂ. അതായത് അവസാനം ഇലക്ട്രോൺ നിറഞ്ഞത് എവിടെയാണ്? യെസ്, ഉറപ്പായിട്ടും 3Dയിലാണ് അല്ലേ? 3Dയിലാണ് അവസാനം ഇലക്ട്രോൺ വന്ന് നിറഞ്ഞത്. അപ്പോൾ എവിടെയാണോ അവസാനം ഇലക്ട്രോൺ വന്ന് നിറഞ്ഞത് അതാണ് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അവസാനം ഇലക്ട്രോൺ വന്ന് നിറഞ്ഞത് 3Dയിലേക്കാണ്. അതുകൊണ്ട് ഇവിടുത്തെ എലമെൻറ്റിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്കാണ്. ഓക്കെ, ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ സൈഡിലത്തെ ഈ നമ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 1 2 2 3 3 3 4 എന്നൊക്കെ പറയുന്ന നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ വന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ പീരീഡ് നമ്പർ. നിങ്ങൾ ഈ കോയഫിഷ്യൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കോയഫിഷ്യൻറ്റിൽ ഏറ്റവും വലിയ കോയഫിഷ്യൻ്റ് ഏതാണോ അതാണ് അതിൻ്റെ പീരീഡ് നമ്പറായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ സൈഡിൽ കൊടുത്തിരിക്കുന്ന സംഖ്യ. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? യെസ്, 4 ആണ് അല്ലേ? ഞാനിവിടെ പോയിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, 4 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ പീരീഡ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ. പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 4 ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ശരിയാണല്ലോ? യെസ്. ഇനി അടുത്തത് ഗ്രൂപ്പ് നമ്പറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 3Dയിലേക്കാണ് അവസാനം ഇലക്ട്രോൺ നിറഞ്ഞത്, ശരിയല്ലേ? അപ്പോൾ ഗ്രൂപ്പ് നമ്പറിൽ അവസാനം ഡിയിലത്തെ ഇലക്ട്രോണും തൊട്ട് മുമ്പിലുള്ള എസ്സിലെ ഇലക്ട്രോണും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ഡി ബ്ലോക്ക് മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഒന്നുകൂടി പറയാം, ഡിയിലെ ഇലക്ട്രോണും തൊട്ടു മുന്നിലുള്ള എസ്സിലെ ഇലക്ട്രോണും കൂട്ടിയാൽ നമുക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഒരു തവണ കൂടി പറഞ്ഞുതരാം. ഡിയിലെ ഇലക്ട്രോണും എസ്സിലെ തൊട്ട് മുന്നിലത്തെ എസ്സിലെ ഇലക്ട്രോണും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഗ്രൂപ്പ് നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ഒന്ന് പറഞ്ഞേ. ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയിലെ 6 ഇലക്ട്രോണും എസ്സിലെ 2 ഇലക്ട്രോണും തമ്മിൽ കൂട്ടണം. അതായത് 6 + 2 എത്ര കിട്ടൂടാ? യെസ്, 8 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്, 8 ആണ് ഇവിടെ ഗ്രൂപ്പ് നമ്പർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് 2020 SSLCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ആറ്റോമിക് നമ്പർ കാണാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? യെസ്, മുകളിലുള്ള എല്ലാ സംഖ്യകളും തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ? അതുപോലെ തന്നെ ഹയസ്റ്റ് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കരുത്. 4s അല്ല, 3D ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ പീരീഡ് നമ്പർ കാണാനായിട്ട് സൈഡിലുള്ള കോഎഫിഷ്യൻറ്റിൽ ഏതാണോ വലിയ നമ്പർ അതാണ് അതിൻ്റെ പീരീഡ് നമ്പറായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതൊരു ഡി ബ്ലോക്ക് മൂലകമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡിയിലെയും എസ്സിലെയും ഇലക്ട്രോണുകളെ കൂട്ടിയിട്ട് 8 എന്ന് ഗ്രൂപ്പ് നമ്പർ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി എസും പിയും ബ്ലോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മറ്റൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അത് വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് എത്തിക്കാം. സോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.